ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് ഹിയറിംഗ് ലോസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത്? ഡെലിവറിക്ക് വന്നതാണോ അതോ അവൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്നതാണോ? എന്താണ് അതിൻ്റെ ഒരു കാര്യം? എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. കാരണം എല്ലാവർക്കും ചെറിയ മക്കളുള്ള ആൾക്കാരാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ലൈഫിൽ ഇങ്ങനെ ഒരു ഇത് ഞങ്ങൾക്ക് വരുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് അവൾക്കത് വന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവരുടെ കുട്ടികളെ പ്രത്യേകിച്ച് ചെറിയ ഒരു പ്രായത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ് എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലുമൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവൾക്ക് ആദ്യം എങ്ങനെയാണ് ഇത് വന്നത് എന്ന് ഞാൻ പറയാം. ഇവൾക്ക് ഈ സംഭവം വന്നത് ഡെലിവറി, ഇപ്പം ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് നമ്മൾ സാധാരണ കുട്ടികൾക്ക് കേൾവി പരിശോധന 2 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് എൻ്റെ ഓർമ്മ. കേൾവി പരിശോധന എന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് അതിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. നോർമലായിരുന്നു. പിന്നീട് വരാനോ കാര്യങ്ങളോ ഒന്നും അവർ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതേപോലെ നോർമൽ ഡെലിവറി ആയിരുന്നു. മാസം തികഞ്ഞുള്ള പ്രസവമായിരുന്നു. പ്രസവത്തിൽ ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. യാതൊരുവിധ പ്രശ്നവും ഇവൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ നോർമൽ ഡെലിവറി കഴിഞ്ഞ് ഞങ്ങൾ കേൾവി അവളുടെ പരിശോധനയും കഴിഞ്ഞ് പിന്നെ അവർ ഇതേപോലെ സാധാരണ ഡേറ്റ് പോലെ എല്ലാവരും പറയുന്നത് 45 ദിവസം 90 ദിവസമാണ് കഴിഞ്ഞ് ചെക്കപ്പിനും, കുട്ടിക്കല്ല മക്കളെ ചെക്കപ്പിനും ചെല്ലാൻ മാത്രമാണ് ഞങ്ങളിത് പറഞ്ഞത്. ഞാൻ മദറിലാണ് പ്രസവിച്ചത്. അപ്പോൾ സാധാരണ രീതിയിൽ ഞങ്ങൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ഇവള് ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു 1.5 വയസ്സ് 2 വയസ്സ് ആയ സമയത്താണ് ഞങ്ങൾ അറിയുന്നത്. ഇവള് സംസാരിക്കുന്നുണ്ട്, ഉമ്മ ഉപ്പ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ 1.5 വയസ്സ് 2 വയസ്സായ കുട്ടി പറയുന്ന അത്ര ഒരു വാക്ക് അവൾ പറയുന്നില്ല. അവൾ റെസ്പോൺസ് ചെയ്യാത്ത പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എന്തോ പറയാത്ത, ഇനിയിപ്പോൾ നാവിൻ്റെ വള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയി സ്പീച്ച് നമ്മുടെ നാവും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാൻ ഉള്ള ഒരു സെക്ഷനിലേക്കാണ്, സ്പീച്ചിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് അതൊക്കെ ഒന്ന് ഇങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ വല്ല കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് അവർ പറഞ്ഞു നിങ്ങൾ കേൾവിയുടെ സെക്ഷനിലേക്ക് കേൾവിയുടെ ഡോക്ടറിനെ ഒന്ന് പോയി കാണുകയെന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ ഡൗട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാമെന്ന് മാത്രം, അല്ലാണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അവൾ കേൾക്കാത്തൊരു കുട്ടിയാണ് എന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഹിയറിങ്ങിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബറ ടെസ്റ്റ് ഡോക്ടർ എഴുതി തന്നത്. എന്നിട്ട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് അത് ചെയ്തതും. അത് ചെയ്തപ്പോഴാണ് പിന്നെ മനസ്സിലായത് അവൾക്ക് ഹിയറിങ്ങിൽ ലോസ് ഉണ്ട് എന്നുള്ള കാര്യം. 1.5-2 വയസ്സായപ്പോഴാണ് ഞങ്ങളത് 2 വയസ്സ് 2.5 വയസ്സൊക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് പാലുകൂടിയൊക്കെ മാറിയ സമയത്താണ് ഞങ്ങളത് അറിയണത്. 2.5 വയസ്സൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ബറ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ 70% അവൾക്ക് കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ അത് അറിയണത്. അപ്പം ഞങ്ങൾക്ക് വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല എന്താണ് ഇതിങ്ങനെ സംഭവിച്ച് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമാവാണ്ട് ഞങ്ങൾ രണ്ടാമതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല എന്താണിത് എന്നുള്ളൊരു കാര്യം. കാരണം കുടുംബത്തിൽ ഡോക്ടർമാർ പറയണത്, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് കുടുംബപരമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഇതും കൂടി പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ കേസിൽ പറയാന്ന് വെച്ചെങ്കിൽ കുടുംബപരമായിട്ട്, അത് എൻ്റെ കുടുംബത്തില്ല, ഹസ്ബൻഡിൻ്റെ കുടുംബത്തിൽ ഉണ്ട്. ഇവരുടെ ഉപ്പാടെ ഫാമിലിയിൽ ഉപ്പാടെ പെങ്ങൾക്ക് ഇതേ സെയിം സംസാരിക്കൂല, ഇത്രയും സംസാരിക്കില്ല, ഒന്നും സംസാരിക്കൂല, ഒന്നും കേൾക്കൂല, അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു.
അപ്പം ഞങ്ങളിത് ചോദിച്ചു ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഉണ്ട്, ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരാളുണ്ട്, ആൾ മരിച്ചു എന്നൊക്കെ ഞങ്ങൾ മരണപ്പെട്ടു, ഇപ്പം ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെയും ചാൻസ് ഉണ്ടാവാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അവരൊരു ചാൻസ് പറഞ്ഞത്, പിന്നെ ഞങ്ങൾ കോഴിക്കോട് പോയി ബെറ ടെസ്റ്റ് ഒന്നും കൂടി കൺഫേം ചെയ്തു. അപ്പോഴും ഉറപ്പിച്ച്, കാരണം ഹിയറിംഗ് ലോസ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. ഇത്രയല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. അവർ പറഞ്ഞു പിന്നത്തെ കാര്യങ്ങൾ ഇവൾക്ക് ഇംപ്ലാന്റേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത്രയും പെർസെൻറ്റേജ് കേൾക്കുന്ന ഒരു കുട്ടിയാണ്, അതുകൊണ്ട് ഇംപ്ലാന്റേഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പഠിച്ചു. ഞങ്ങൾ അതിൽ കാത്തിരക്ഷിച്ചു. കാരണം ഞങ്ങളവിടെ ചെന്നപ്പോൾ കുറേ മക്കളെ കണ്ടിട്ടുണ്ടായിരുന്നു ഇംപ്ലാന്റേഷൻ ചെയ്തിട്ട് ചെവിയുടെ ബാക്കിൽ മൈക്കൊക്കെ വെച്ച് നടക്കുന്ന ഇഷ്ടം പോലെ കുട്ടികൾ, സംസാരിക്കാൻ പറ്റാതെ. അപ്പം ഞങ്ങളൊക്കെ ദുആ ചെയ്തു, കാരണം ഞങ്ങൾക്ക് ഇത്രയല്ലേ തന്നുള്ളൂ എന്നുള്ളൊരു കാര്യത്തിൽ. പിന്നെ ഡോക്ടർമാർ ബൈ ചാൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഇവൾക്ക് ലൈഫിൽ ചിലപ്പോൾ ഇതിൻ്റെ ഹിയറിംഗ് എയ്ഡിൻ്റെ ആവശ്യം ചിലപ്പോൾ ഉണ്ടാവില്ല, കാരണം ജന്മന ഉള്ള ഒരു ഇതല്ല കുട്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് ചിലപ്പോൾ നമുക്ക് കുറേ ഇവൾക്ക് വാക്കുകളും കാര്യങ്ങളും എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഈ ഇത് അവൾക്ക് സ്വയം നമ്മളൊരു 10-15 വയസ്സായി കഴിഞ്ഞാൽ നമ്മളെല്ലാ വാക്കുകളും ഇപ്പം കറൻ്റ്ലി അവൾക്ക് സ്പീച്ച് ഡിലേ ആണ്. ഇത് വെച്ച് നമ്മൾ ഹിയറിംഗ് എയ്ഡ് വെച്ചതിന് ശേഷമാണ് ഇവള് ഒന്നും കൂടി നമുക്ക് വലിയ സൗണ്ടുകളൊക്കെ അവൾക്ക് കേൾക്കും. ചെറിയ സൗണ്ടുകളാണ് അവൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം അവൾക്ക് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കേൾക്കാനും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വാക്കുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സംസാരം ക്ലിയർ ആയിട്ട് ഞങ്ങൾ തെറാപ്പിക്ക് കൊണ്ടുപോയതിന് ശേഷമാണ് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത ഒരു സംഭവമാണ് തെറാപ്പി എന്നുള്ളത്. ആ സമയത്ത് നല്ല രീതിക്ക് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് മോൾക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ സംസാരമായെങ്കിലൊന്നും LKG UKG ഒക്കെ അത്യാവശ്യം എഴുതാൻ അറിയായിരുന്നു. തറ പറ അങ്ങനെയുള്ള അക്ഷരങ്ങൾ, റ എന്നുള്ള അക്ഷരങ്ങളൊക്കെ വരുമ്പോൾ അവൾക്കത് ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് പറയുക എന്നുള്ള കാര്യം അവൾക്ക് അറിയില്ല. ഇപ്പോഴും അവൾക്കത് അത്രക്ക് അങ്ങോട്ട് ഫ്ലുവൻ്റ് ആയിട്ടില്ല. റ എന്നുള്ള ഗ എന്നുള്ളൊരു അക്ഷരത്തിലാണ് വരിക. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കെയറിങ് കൊടുക്കേണ്ട ഒരു ഇതാണ് ഇങ്ങനെ കേൾവിക്കുറവ് വരുന്ന മക്കൾക്ക് കൊടുക്കേണ്ട ഒരു സംഭവമാണ് സ്പീച്ച് എന്നുള്ള സംഭവം, സ്പീച്ച് തെറാപ്പി. അപ്പോൾ ഞങ്ങൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നത്തെ ഒരു വീഡിയോയിൽ പറയാം, എങ്ങനെയാണ് തെറാപ്പി എവിടെയാണ് ചെയ്തത് എന്നുള്ള സംഭവങ്ങളൊക്കെ ആവശ്യമുള്ള ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മക്കളും ശ്രദ്ധിക്കുക. ഇവൾക്ക് ഒരു 1-2 വയസ്സിൽ ഒരു കോണിയുടെ മുകളിൽ നിന്ന് നിലത്തോട്ട് വീണിട്ടുണ്ട് ഇവള്. പക്ഷെ അന്ന് എന്തോ ഒരു പൊട്ടൽ പോലും ഉണ്ടാവാത്ത സ്ഥിതിക്ക് ഞങ്ങൾ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഡോക്ടറിനെ. സ്കാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആ സമയത്ത് വീണ് കഴിഞ്ഞാൽ എല്ലാവരും പറയും എന്താ ഛർദ്ദിച്ചു കഴിഞ്ഞാലാണ് കുഴപ്പം എന്നുള്ളത്. ഞങ്ങൾക്ക് അറിയില്ല എന്ത് കാരണം കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല, ഡോക്ടർമാർക്കും അറിയില്ല. അവരും പറഞ്ഞു തന്നിട്ടില്ല എന്ത് കാരണം കൊണ്ടാണ് കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത്. അപ്പം ഛർദ്ദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഡോക്ടറടുത്ത് പോയിട്ടില്ല, വല്ല കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇവൾക്ക് കാരണങ്ങളൊന്നും ഉണ്ടാവാണ്ടാണ് ഇങ്ങനെ ഒരു സ്പീച്ച് ഡിലേ വന്നത്. ചിലപ്പോൾ കേസ് കുടുംബപരമായിട്ട് കിട്ടിയതാവാം, അറിയില്ല. എന്തായാലും ഇങ്ങനെയാണ് മോൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെന്ന് വെച്ചെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അസ്സലാമു അലൈക്കും.